നമസ്കാരം. എൻ്റെ പേര് സജിത. എൻ്റെ വീട് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിൽ മീനങ്ങാടി എന്ന സ്ഥലത്താണ്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് വൈത്തിരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ സംസ്കൃതം എന്ന പരീക്ഷയിൽ എനിക്ക് PSCയിൽ 1ാം റാങ്കായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നതിലും എല്ലാം നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് ഏറ്റവും സപ്പോർട്ട് ചെയ്ത് എന്നെ ഈ പരീക്ഷയ്ക്ക് പ്രാപ്തിയാക്കിയത്. സംസ്കൃതത്തിന് വേക്കൻസി വളരെ കുറവായതുകൊണ്ട് തന്നെ റാങ്കിൽ ഉയർന്ന നിലയിലെത്തിയാൽ മാത്രമേ നമുക്കൊരു ജോലി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ കുറേ ലിസ്റ്റുകളിൽ വന്നിട്ടുണ്ട്, പക്ഷേ ഉയർന്ന റാങ്കിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ജോലി ഇത്രയും വർഷങ്ങളായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഞാൻ പഠിക്കുന്നത് ഇതുവരെ പഠിച്ച നമ്മുടെ ഡിഗ്രിയുള്ള സിലബസിലുള്ള ബുക്കുകളൊക്കെ വെറുതെ ഒന്ന് വായിച്ച് അങ്ങനെയായിരുന്നു പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു സിലബസ് നമുക്കറിയെങ്കിലും അത് പഠിക്കാനൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. മറ്റുള്ള എല്ലാ PSCകളും നമുക്ക് അതിന് കോച്ചിങ്ങുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ സംസ്കൃതത്തിന് അങ്ങനെ ഒരു കോച്ചിങ് ഉള്ളതായിട്ട് എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ബുക്കുകളൊക്കെ വായിച്ച് അങ്ങനെയായിരുന്നു എക്സാം എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷെ വളരെ യാദൃച്ഛികമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു സ്റ്റാറ്റസ് ഒരു ഫ്രണ്ടിൻ്റെ സ്റ്റാറ്റസ് കണ്ടതായിരുന്നു, വിജ്ഞാനഗംഗ അക്കാദമിയെക്കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ സ്റ്റാറ്റസ് കണ്ടിട്ട് ഞാൻ ഇതെന്താണെന്നൊക്കെ അന്വേഷിച്ചു. അപ്പോൾ അവർ ടെറ്റിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തതായിരുന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞു. പിന്നെ ഞാൻ ഈ നമ്പറിലേക്ക് വിളിച്ച് ചോദിച്ച് അപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ ഒരു വിജ്ഞാനഗംഗ അക്കാദമി ഉണ്ടെന്നും അവർ കോച്ചിങ് നടത്തുന്നുണ്ട്, സംസ്കൃതത്തിന് PSCക്ക് വേണ്ടിയിട്ടൊക്കെ കോച്ചിങ് നടത്തുന്നുണ്ടെന്ന് മനസ്സിലായത്. പിന്നെ ഞാൻ ആ കോഴ്സിൽ ചേർന്നു. ആ കോഴ്സിൽ ചേർന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇപ്പോൾ 1ാം റാങ്ക് ലഭിച്ചത്. കാരണം അതുവരെ നമ്മൾ പഠിച്ച രീതികളൊന്നും ആയിരുന്നില്ല. കറക്റ്റായ സിലബസും അത് കവർ ചെയ്യാനുള്ള സാഹചര്യം എനിക്ക് ലഭിച്ചു. 4 പേരായിരുന്നു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഋഷികേശ് സാർ, അമൃത ടീച്ചർ, അണിമ ടീച്ചർ, ദേവി ടീച്ചർ, എല്ലാം 4 പേരും അവരെടുക്കുന്ന വിഷയങ്ങൾ നന്നായിട്ട് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും നന്ദി അവരോട് മാത്രമാണ്. കാരണം ഈ 1ാം റാങ്കിൽ എത്താൻ എനിക്ക് സാധിച്ചത് ഈ കോഴ്സിലൂടെ മാത്രമാണ്. ഞാൻ ഈ കോഴ്സ് അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല എങ്കിൽ എനിക്ക് എന്തായാലും 1ാം റാങ്കിലെത്താൻ സാധിക്കില്ലായിരുന്നു. അതിനെനിക്ക് എൻ്റെ എല്ലാ നന്ദിയും ഞാൻ അവരോട് പറയുകയാണ്. പിന്നെ എപ്പോൾ വിളിച്ചാലും ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട്. എപ്പോൾ വിളിച്ചാലും നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും പറഞ്ഞു തരികയും മെസ്സേജ് ആയാലും കോളായാലും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എക്സാമിൻ്റെ ആ ടൈമിലും എല്ലാം നമുക്ക് നല്ല സപ്പോർട്ടാണ് അവരിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഈ വിജ്ഞാനഗംഗയ്ക്ക് എൻ്റെ എല്ലാ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ്. എനിക്ക് ജോലി കിട്ടി. ഞാൻ ഒത്തിരി വർഷങ്ങളായിട്ട് പരീക്ഷ എഴുതുന്നുണ്ട്, റാങ്ക് ലിസ്റ്റിൽ വരുന്നുണ്ടെങ്കിലും എനിക്ക് ഒരു ജോലിയിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഇങ്ങനെയൊരു ഈ പ്ലാറ്റ്ഫോം എനിക്ക് കിട്ടിയത് കൊണ്ട് മാത്രമാണ് എനിക്കതിന് സാധിച്ചത്. പിന്നെ ഞാൻ പഠിച്ചത് സാഹിത്യമായിരുന്നു. സാഹിത്യത്തിൽ പിന്നെ ജ്യോതിഷം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ജ്യോതിഷം ഒട്ടും അറിയുന്ന വിഷയമായിരുന്നില്ല. പക്ഷേ ഞാൻ എഴുതിയ ആ പരീക്ഷയിൽ എനിക്ക് ജ്യോതിഷത്തിൽ ഫുൾ മാർക്കും എനിക്ക് നേടാൻ സാധിച്ചു. അത് ഈ ക്ലാസ് ലഭിച്ചതുകൊണ്ട് മാത്രമാണ് നേടാൻ സാധിച്ചത്. അപ്പോൾ ഇനിയും പിന്നെ ഈ വിജ്ഞാനഗംഗ എന്ന ഈ അക്കാദമി ഉയർന്ന് ഒത്തിരി പേർക്ക് ജോലി ലഭിക്കാൻ സാധിക്കട്ടെ. ഇതിൽ വന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്ക് ഒത്തിരി പേർക്ക് ജോലി ലഭിച്ച് നല്ല നിലയിലെത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.